ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി തന്ത്രി കണ്ഠരര് രാജീവർ കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ഹാജരായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇന്ന് രാവിലെ ഹാജരാകുമെന്നാണ് കരുതിയത്. എപ്പോഴാണ് ഇഡി ഓഫീസിലേക്ക് എത്തിയത് തന്ത്രി? അനുജ, ഉച്ചയ്ക്ക് ശേഷമാണ് നിലവിൽ അദ്ദേഹം ഹാജരായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാവിലെ മുതൽ തന്നെ നമ്മളവിടെ കാത്തിരുന്നിരുന്നു, അദ്ദേഹം രാവിലെ ഹാജരാകുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എത്തിയില്ല. ഉച്ചയ്ക്ക് ശേഷം അല്പസമയം മുമ്പ് ഇ ഡി ഓഫീസിൽ ഹാജരായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ഇ ഡി ഒഴിവാക്കുന്നു എന്നൊരു ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഇ ഡി ECR രജിസ്റ്റർ ചെയ്ത ശേഷം 21 ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ തന്ത്രിയുടെ വീടടക്കം ഒഴിവാക്കിയിരുന്നു. അതിൽ വലിയ വിമർശനങ്ങളൊക്കെ വഴിവെച്ചു. സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ട് എന്നൊക്കെ. അതിനിടയിലാണ് ഇപ്പോൾ ഇ ഡി തന്ത്രിയെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത്. പ്രധാനമായും അതിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആയി ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തുക. നേരത്തെ SIT രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രി ചില ആചാരലംഘനം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ നിലവിൽ ഇ ഡി പരിശോധിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രിയാണ് എന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കണ്ടെത്തൽ SITക്കുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ SITക്കുള്ള പശ്ചാത്തലത്തിൽ അതുവഴി ഏതെങ്കിലും സാമ്പത്തിക ലാഭം തന്ത്രിക്ക് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്ത്രിയിൽ നിന്ന് ചോദിച്ചറിയുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തന്ത്രിയെ സാക്ഷിയാക്കുമോ അതല്ലെങ്കിൽ പ്രതിയാക്കുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സാധാരണഗതിയിൽ ഈ SIT രജിസ്റ്റർ ചെയ്ത കേസുകളെ പ്രതികളെല്ലാം ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിലും പ്രതിയാകേണ്ടതാണ്. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമുള്ള നോക്കിക്കാണേണ്ടത്. തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്, ഉച്ചയോടെയാണ് അദ്ദേഹം ഇ ഡി ഓഫീസിലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതിൽ അവ്യക്തതയുണ്ട്. ഒപ്പം വാസുവിന്റെ കാര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള സൂചനയാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.